മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. അങ്ങനെയാണല്ലോ നമ്മളെന്തായാലും എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ തന്നെ അപ്പാവായി കരച്ചിലായി വീഴ്ചിലായി ആലമ്പ് കയ്യെ പിടിക്കുന്നു കാലെ പിടിക്കുന്നു കൊങ്ങയ്ക്ക് പിടിക്കുന്നു. ഇല്ലല്ലോ അങ്ങനെയാണല്ലോ നമ്മൾ ഈ വീട്ടിൽ നിന്ന് പോകാത്തേ ഉള്ളൂ. അവനെ മോശം ആയിട്ട് കാര്യമൊന്നുമില്ല, ബാക്കിയുള്ളവർക്കൊക്കെ എന്തോ ആകല്ല. ഓട്ടെ കേസോ എന്നടാ തനിയെ പേസിട്ട് இருக்க? ഒന്നുമില്ല കനാൻറ്റി, നമ്മുടെ വിധി അതിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. വിധിയാ? എന്ന വിധി? ഓ നമ്മളെങ്ങോട്ടേലും പോകാറങ്ങുമ്പോഴാണല്ലോ ഇവിടെ പ്രശ്നം. കരച്ചിലായി വീഴ്ചിലായി ആ ഗേറ്റ് താണ്ടിക്കൂല്ലേ. എന്നടാ അപ്പടി ഒരു പേച്ച്? അപ്പടി ഒരു പേച്ചാ കനാൻറ്റി? ഇവിടുന്ന് ആരെങ്കിലും ടൂർ പോകാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ട് പോട്ട്. ശിവാനിയുടെ കേസ് എടുക്കും. ശിവാനി അന്ന് അവക്ക് ചെന്നൈയിലോ ആഫ്രിക്കയിലോ അങ്ങാണ്ട പോണോന്ന് പറഞ്ഞിട്ട് അവള് വന്നില്ലായിരുന്നോ? പോയോ ഇവിടുന്ന്? ഗേറ്റ് വരെ പോയോ അവള്? അതിന് മുമ്പ് എല്ലാവരും കരഞ്ഞു പിടിച്ച് തിരിച്ചു വിളിച്ച് വരുത്തിയില്ലേ? വരുത്തിയോ? അതേ അവള് തന്നെ അവക്കെന്തോ മുംബൈ പോണോന്ന് പറഞ്ഞു വന്നായിരുന്നോ? കരഞ്ഞു പിടിച്ച് ഇവിടെ തന്നെ നിർത്തിയോ? വിട്ടിട്ടില്ലല്ലോ. ഇല്ല. ഫ്രണ്ട്സിന്റെ കൂടെ വേറെ കൊണ്ടോ ട്രിപ്പ് പോകാൻ പോണെന്ന് പറഞ്ഞായിരുന്നോ? വിട്ടോ? ഇല്ല. ഈ പറഞ്ഞ ഞാൻ വിട്ടിട്ടുണ്ടോ? എത്രയോ തവണ സോളോ ട്രിപ്പ്, ഫ്രണ്ട്സിന്റെ കൂടെ ട്രിപ്പ്, ആ ട്രിപ്പ് ഈ ട്രിപ്പ് എന്ന് പറഞ്ഞ് ഇവിടെ ഇറങ്ങിയിരിക്കണ്. വിട്ടിട്ടുണ്ടോ? ഇല്ല. അത് തന്നെ എല്ലാം മുടക്കും കുടുംബക്കാര്. ശരി, ஆனாலும் இந்த சிவானியோட ட்ரிப் எல்லாமே முடக்கினது நீதானே கேசோ? പിന്നെ അതൊന്നുമല്ല, ഇത് അതല്ല ഇപ്പൊ എടുത്ത വിഷയം. അങ്ങനല്ല, ഞാൻ അങ്ങനൊന്നും മുടക്കിട്ടുമില്ല. டேய் நிஜமா சொல்லு, லெச்சு ட்ரிப் போறது உனக்கு ரொம்ப வருத்தமா இருக்கா? வருத்தമൊന്നുമില്ല. அப்படின்னா கோவமா? കോവമില്ല. பின்ன എന്റെ പൊണ്ണ് കണ കോവം വറുത്തും എല്ലാം മിക്സ് ആയ വേറൊരു സാധനമാണ്. അതിന്റെ ഇത് പോയേ. இந்த பாரு கேசு, அவ எவ்வளவு ஆசைப்பட்டு ஃப்ரெண்ட்ஸோட ஜாலியா போறா, சித்துவ கூட கூட்டல. இதுக்கு போய் நீ இப்படி எல்லாம் சொல்லக்கூடாது, பாவம் தானே. പാവയ്യടാ, എല്ലാരും പാവം തന്നെ. அவ போயிட்டு வரட்டும் கேசு. പോയിട്ട് വരട്ട്, നമുക്കെന്ത്. എന്തൊരു அச்சாரு ആർക്ക്? லெச்சுக்கு தான். அவ டூர் போறால, அதனால அச்சார் செஞ்சு வச்சேன். അയ്യോ, ഒരാഴ്ച തന്നെ ടൂറാണ് പോണത്, അല്ലാതെ അങ്ങ് പറഞ്ഞങ്ങ് വിടിയല്ല. ஒரு வாரம்னாலும் அச்சார் தேவையில்ல, அவளுக்கு ரொம்ப பிடிக்கும் கேசு. അച്ചാർ ഇങ്ങോട്ട്. இது நீ தொடக்கூடாது, இது அவளுக்கு ஸ்பெஷல். உனக்கு இருக்கிறது கிச்சன்ல இருக்கு, வேணா போய் எடுக்கலாம். എന്നാ ചെറിയതായിപ്പോയി, കുറച്ചുകൂടെ വലിയ അണ്ടാവിനകത്ത് കൊടുത്തു വിടും, കൊണ്ടുവരുന്ന തിന്നിട്ട്. ഓ സിദ്ധുനെ കണ്ടായിരുന്നോടാ? കുറെ നേരോട്ട് അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു. അയ്യോ ലച്ചു എന്നെ കൂട്ടാതെ ടൂർ പോണേന്ന് പറഞ്ഞിട്ട്. അവസാനം ചേച്ചി പോയി 2 പതപ്പിക്കിലൊക്കെ പതപ്പിച്ചപ്പോൾ തന്നെ ചേച്ചിക്ക് എന്തോ സാധനം മേടിക്കാൻ വേണ്ടി കൂടെ ഇറങ്ങി പോയിട്ടുണ്ട്. കേസു സിദ്ധു അഴുതാണോ? പിന്നെ പാവല്ല. അല്ല ഇപ്പൊ അമ്മൂമ്മ എന്തിനു തിരക്കി? അല്ല എന്നോടൊരു കവർ ചോദിച്ചായിരുന്നു. കവർ എന്തിനു? ഓ ഇനിയിപ്പോ അളിയന് എന്തായാലും കൂടെ പോവാൻ സാധ്യതയില്ല. കൂടെ പോകാൻ വല്ലതും തന്നെ. അല്ല പോന്ന കാര്യമൊന്നും പറഞ്ഞില്ല, ലച്ചുന് എന്തോ പൊതിഞ്ഞു കൊടുത്തു വിടാനാന്ന് പറഞ്ഞു. പൊതിഞ്ഞെടുത്തേ? അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. തേങ്ങ പൊതിഞ്ഞെടുത്ത് വിടട്ടെ. தேங்காவா? தேங்காய் கிச்சன்ல இருக்க கேசோ. ഞാൻ വല്ല പറഞ്ഞ കൂടി പോകും. അല്ല അമ്മൂമ്മ, ഞാൻ അമ്മൂമ്മ എടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ. അമ്മൂമ്മ അല്ലെങ്കിലേ ഇവിടെ നാരി അങ്ങനെ ഇങ്ങനെയൊന്നും ടൂർ വിടാത്തയാണല്ലോ, ഇതെന്ത് പറ്റി? അല്ല ആരെ വിടാതിരുന്നിട്ടുള്ള? ആരെ വിടാതിരുന്നിട്ടുള്ള? അല്ല ആരെങ്കിലും പോകാറങ്ങുമ്പോ തന്നെ അങ്ങ് മുടക്കുമല്ലോ. അപ്പൊ ഞാൻ തന്നെ എത്ര തവണ സോളോ ട്രിപ്പിന് പോട്ടാന്നൊന്നും ചോദിച്ചേക്കണ്. എന്നെ വിട്ടിട്ടുണ്ടോ? മോൻ ഒറ്റയ്ക്ക് പോകാൻ പ്രാപ്തി ആവുമ്പോഴേ മോൻ പോയാ മതി, ഇപ്പൊ പോണ്ട. ഒറ്റയ്ക്ക് പോയി പ്രാപ്തി ആവുമ്പോ പോയാ മതി. ഒറ്റയ്ക്ക് പോകാൻ പ്രാപ്തി ആവുമ്പോ പോവാ. ഈശ്വരാ, ഒരാപത്തും വരത്തില്ലേ. സന്തോഷമായിട്ട് ഫുൾ ചുറ്റിക്കറങ്ങി എൻജോയ് ചെയ്ത് തിരിച്ചു വരാൻ പറ്റും. എന്റെ ചേച്ചി പ്രാർത്ഥിക്കണേ. അതെയോ നീ അറിഞ്ഞിട്ട്? ചുമ്മാ പറ പ്രാർത്ഥിക്കണേ. അല്ല സാധാരണ ഇവിടുന്ന് ആരെങ്കിലും എങ്ങോട്ടെങ്കിലും പോവാൻ നേരത്ത്, അതായത് ട്രിപ്പ് പോവാൻ നേരത്ത് കൊറേ സെന്റിമെന്റ്സ് ഒക്കെ ഇറക്കി ആ പോക്ക് അങ്ങ് നശിപ്പിച്ച് കയ്യിൽ തരും. അങ്ങനെ ഇത്തവണ ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു.
ചേച്ചി പറഞ്ഞത് ശരിയാണ്, ഞാൻ അംഗീകരിച്ചു തരാം. പൊതുവെ അങ്ങനെ ആർക്കും ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും ഇതേപോലെ ഇറങ്ങിയാൽ ആ ഗേറ്റ് താണ്ടൂല്ല. കാരണം അവിടെ ചെല്ലുമ്പോഴത്തേന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ ആരെങ്കിലുമൊക്കെ നിന്ന് കരയുന്ന കാണും. അത് കണ്ടിട്ട് തിരിച്ചിങ്ങ് വരും. പൊന്നുമോനെ കേശു, നീ ഇവിടെ ഇരുന്ന് കണ്ണീരൊഴുക്കിയ ഞാൻ എന്റെ ട്രിപ്പ് ക്യാൻസൽ ആക്കും എന്ന് നിനക്കൊരു ചിന്തയുണ്ടോ? ഉണ്ടെങ്കിൽ അതങ്ങ് വേണ്ട, ഞാൻ പോവും. ഞാൻ കണ്ണീരൊഴുക്കിയ ചേച്ചി തിരിച്ചു വരുമെന്നറിയാം. പക്ഷെ ഞാൻ കരയാൻ പോണത് കണ്ണീരൊഴുക്കും ഉറപ്പായിട്ടും കേട്ടില്ല. പക്ഷേ ഞാൻ കരയാൻ പോണത് ചേച്ചി ഇവിടുന്ന് പോകുന്നുള്ള സങ്കടത്തിലായിരിക്കും. പകരം ഈ വീട്ടിൽ നിന്ന് ഒരാൾക്കെങ്കിലും സന്തോഷമായിട്ട് പോകാൻ പറ്റിയല്ലോ, അതും ഒറ്റയ്ക്ക് ടൂറിന്. അതാലോചിച്ചിട്ടേ ചേച്ചി പോട്ട്. ചേച്ചി എന്റെ കാര്യം അങ്ങ് വിട്. ആ പാവം പിടിച്ച അളിയനുണ്ടല്ലോ, അളിയൻ തകർന്നിരിക്കുകയാണ്. അളിയന്റെ കാര്യം പറഞ്ഞ് നീ എന്നെ സോപ്പിടാൻ നോക്കണ്ട. അളിയനെ സമാധാനിപ്പിക്കാനുള്ളതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അളിയാ 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 ഒന്ന് വന്നേ. റെഡിയായ മുഖത്തൊട്ടിച്ച് വെച്ചാൽ ചിരിയേ വെറും ചിരിയാണ്. അളിയന്റെ മനസ്സിലൊട്ടും സന്തോഷമില്ല. ഇല്ലളിയാ? ഇല്ല, സന്തോഷമുണ്ട്. അളിയാ അളിയനെ വിങ്ങിപ്പൊട്ടി കരണമെന്ന് തോന്നുകയാണെങ്കിൽ കരളിയാ. ഇല്ലടാ, എനിക്ക് അങ്ങനെ തോന്നലില്ലടാ. സിധു, ഞാൻ പോകുന്നോണ്ട് നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? എന്റെ കെട്ടിയോടില്ലാത്ത വിഷമം എന്തിനാടാ നിനക്ക്? ഞാൻ പോവും. സിധു, അനുഗ്രഹിക്കണം. എല്ലാവിധ ആശംസകളും. എന്നാ പിന്നെ രണ്ടുപേരും എന്നെ യാത്ര ആക്കുമല്ലേ? ലെറ്റസ് ഒരു കാര്യമുണ്ടേ, ഞാൻ ഈ ബാഗിനകത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അത് തുറന്നു നോക്കരുത്, അവിടെ എത്തിക്കഴിഞ്ഞിട്ടേ തുറക്കാവുള്ളൂ. ഓക്കെ? എന്താ? സർപ്രൈസ്. ഓക്കെ? വാ ചേച്ചിനെ യാത്ര ആക്കടാ നീ. വാ വരാ നടാ. സിധു, ഞാൻ പോയിട്ട് വരട്ടെ? പോയിട്ട് വരാവേ. ഓക്കെ. കരയണ്ട. Ta-da! പോട്ടല്ലേ പോട്ട്, വിഷമിക്കണ്ട. ചേച്ചി പോയിട്ട് വരട്ടെ. കേശുവേ, നിന്റെ വിഷമം ഇതുവരെ മാറിയില്ലയോ? എന്തൊരു വിഷമമ്മ? നമുക്കൊരു വിഷമോ ഇല്ലല്ലോ. മൂമ്മ, നമുക്ക് എവിടെയെങ്കിലും ടൂർ പോയാലേ? போலாம். ഹാപ്പിഡാ. കാശ് നീ കൊടുക്കണം. കേട്ടില്ലേ? കാശ് നീ കൊടുക്കണോന്ന്. കൊള്ളാം മൂമ്മ, കൊള്ളാം. അറിയാം നമ്മുടെ 10ന്റെ പൈസ ഇല്ലെന്ന്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ പറയണത്. പറഞ്ഞു അമ്മൂമ്മ ഒരു കാര്യം ആലോചിച്ചോണം. ഞാനേ അമ്മൂമ്മയുടെ കൊച്ചുമോനാണ്. ആ ഓർമ്മ എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അളിയ എവിടെ? എന്തിന്? അളിയോ, അവൻ കുഴിപ്പള്ളത്ത് പോയി. കുഴിപ്പള്ളത്ത് പോയെന്ന് നിന്നോട് പറഞ്ഞിട്ട് പോയാലേ നീയേ യാത്ര മുടക്കുമെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടാ പോയത്. അതുകൊണ്ട് നിന്നോട് പറയണ്ടെന്നും പറഞ്ഞു. നിന്നോട് പറയണ്ടെന്നും പറഞ്ഞു. ഈ അളി എന്റെ, ഞാൻ ഇപ്പൊ യാത്ര മുടക്കിന്ന്. പിന്നെ അവന്റെ വീട്ടിൽ പോണ്ടേ? കൊള്ളാം, നല്ല അളിയെ. പോട്ട്, ഭാര്യയും പോട്ട്, ഭർത്താവും പോട്ട്. നിങ്ങൾ എങ്ങോട്ടായാലും ഇറങ്ങിപ്പോ. ഡാഡി, നിനക്ക് എങ്ങോട്ടെങ്കിലും പോണോ? നീ ഇവിടെ പോയിട്ട് വന്നില്ലേ? എവിടെ പോയി? എവിടെ പോയതായിരുന്നു? ഞാൻ ഫ്രണ്ട്സിനെ കാണാൻ. എന്നിട്ട് ഫ്രണ്ട്സിനെ കണ്ടു? എന്ത് കേട ബാഗില്? എന്റെ തങ്കക്കൂടെ വാ. എന്താ? അയ്യടാ, ഏടാ ബാക്കിൽ എന്ത്? ഒന്നുമില്ല.
എന്തുവാടി കയ്യിൽ ബാക്കിൽ എന്തുവാ ആന്റി? കത്തിടാ. കത്തിയാ? കത്തി കൂടെ ഓടേ? ഒന്നുമില്ല ഏട്ടാ. ഒന്നുമില്ലേ? ഒന്നുമില്ലെങ്കിൽ പിന്നെ കത്തി എന്തിനാ? ഒന്നുമില്ല അമ്മൂമ്മേ, ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. ഇങ്ങോട്ട് ഒരാഴ്ച ഉണ്ട് ഏട്ടാ. കത്തി വല്ലതും കൊണ്ട് കൈ മുറിഞ്ഞാലേ പാറ്, ബാക്കി എന്റെ നിനക്ക് കിട്ടുവേ. പാറ് കത്തി എടുത്തോണ്ട് പോകുന്നുണ്ടായിരുന്നില്ല, എവിടെ പോയത്? ഇവളുടെ കയ്യിലിരിക്കുന്ന കവറ് അത് അമ്മൂമ്മ അളയിന് കൊടുത്ത കവറല്ലേ? അളയനാണെങ്കിൽ അത് ലക്ഷ്യേച്ചിയുടെ ബാഗിൽ വെച്ചിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തായിരുന്നല്ലോ. ചേച്ചി ഇത് കൊണ്ടുപോയി അല്ലല്ലോ, അതങ്ങനെ ശരിയാവും. എന്തമ്മായി? അല്ല നിന്റെ വിഷമമൊക്കെ മാറിയാ? എന്തായാലും വിഷമം? ലച്ചു ട്രിപ്പ് പോയാലും നിനക്ക് ഭയങ്കര സങ്കടമാണെന്ന് എല്ലാരും പറഞ്ഞു. പിന്നെ എനിക്ക് സങ്കടമൊന്നുമില്ല. ഇനിയിപ്പോ കുഴപ്പമില്ലല്ലോ, ചേച്ചി ഒറ്റയ്ക്ക് പോയതുകൊണ്ട് ഇനിയിപ്പോ നമുക്ക് എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് പോവാല്ലോ ട്രിപ്പ്. എന്തമ്മായി ഒരു ചിരി? ഓ എനിക്ക് എവിടെയും പോവാൻ പറ്റൂല എന്നുള്ള ആ ചിരിയല്ലേ അത്? നന്നായിരിക്കും. അമ്മായി എന്താ ഇവിടെ എന്തോ ഒന്ന് ചീഞ്ഞ് നാറുന്നുണ്ട് കേട്ടോ. ഇല്ലല്ലോ. കൂറസാരം, വെറും കൂറസാരം. ഞാൻ പാറുന്നവരോട് പറഞ്ഞു. എന്താ? അവള് നേരത്തെ നമ്മൾ അടുക്കളയിൽ നിന്ന് ഒരു കത്തി എടുത്തോണ്ട് വന്ന് ഞാൻ ചോദിച്ചപ്പോ ഞഞ്ഞ ഓരോന്ന് പറഞ്ഞു ഉരുണ്ടാൻ കളിച്ച്. ഇപ്പം അവളുടെ കയ്യില് നമ്മുടെ ലച്ചേച്ചി കൊണ്ടുപോയി കവറിരിക്കണ്. അതെങ്ങനെ പാറുണ്ടിയിലെത്തി? അതെനിക്കെങ്ങനെ അറിയാം? ചിലപ്പോ അവൾ എടുത്തിട്ടുണ്ടായിരിക്കൂല. അല്ലെന്ന് അളയെ അടുത്ത് ബാഗ് വെച്ച സാധനമല്ലേ, പക്ഷെ അതേ കവറിപ്പ് എങ്ങനെ അവളുടെ വരുന്നു പാറുന്റെ കയ്യില്? ലച്ചു ഒറ്റയ്ക്ക് പോയാലും നല്ല വിഷമമുണ്ടല്ലേ? ആ ദേശം ആരടുത്തെങ്കിലും അങ്ങ് തീർക്കണം അല്ലേ? അമ്മായിക്ക് എന്തരമ്മായി പറയണേ? എടാ വിഷമം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി കരയടാ. എന്തിനാണ് ആ കൊച്ചിന്റെ പക്കറ്റ് കയറണം നീ? അമ്മായി ഭയങ്കര പ്രശ്നമുള്ള അമ്മായി, എനിക്ക് യാതൊരു സങ്കടമൊന്നുമില്ല. അത് എങ്ങോട്ടെന്ന് വെച്ചാ പോട്ടെ, എനിക്ക് എന്തര്? എന്താ ഏട്ടാ? എന്താടി എന്തിങ്ങനെ നോക്കുന്നേ? നീ അല്ലേ എന്നെ അത് നോക്കി ചിരിച്ചത്? നീ വന്നേട്ടാ. ഏ നീ വന്നേ. എന്ത്? ഇത് ഫിക്സ് കണ്ടാ? എവളെന്തോ പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്. പറയടി, എന്തോടി ഒപ്പിച്ചേ? പറയടി, എവളെ എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് ഉമ്മ അന്ന് സ്നേഹിക്കുന്നുണ്ടോ അന്നൊക്കെ എവളെന്തോ കാട്ടുവള്ളി ഒപ്പിച്ചിട്ടുണ്ടോ അർത്ഥം. പറയടി, എന്തോടി ചെയ്തേ? ഇവിടെ മരം വല്ല വെട്ടിട്ടാ? പറ. ചിരിക്കണോ? എടി കാര്യം പറയടി, വാ തുറന്ന്. ഒന്നുമില്ല ഏട്ടാ, എന്റെ കയ്യിലൊരു ഉമ്മ ഇരിപ്പുണ്ടായിരുന്നു, അതങ്ങ് തന്നേ ഉള്ളു. പാവടാ. തൂയിക്കോളാടി, ഞാൻ തൂയിക്കോളാം. എടീ കത്തി എടുത്തോണ്ട് പോയി, എന്റെ വണ്ടി എവിടെ ഇരിപ്പുണ്ടായിരുന്നു? വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തോ അടി ചെയ്തേ? എന്റെ പൊന്നുമക്കളെ പറടാ ചക്കര, നീ എന്തോ ചെയ്തേ? പറ. ലച്ചേച്ചി ടൂർ പോയത് നല്ല വിഷമമുണ്ടല്ലേ? സാരമില്ല കേട്ടോ. അമ്മായി ഇവിടെ എന്തോ കാര്യമായിട്ട് ഒപ്പിച്ചിട്ടുണ്ട് കേട്ടാ. കുഴപ്പമില്ലടാ, വിഷമം മാറിക്കോളും. വിഷമം മാറുന്നുണ്ട്. പരിപാടി ചിരിക്കണ നീ? ഇവിടെ നിന്ന് അനങ്ങി പോയില്ല. അനങ്ങി എറിഞ്ഞിടും പാറു. ഞാൻ പറയടി, പറയാനാ? നീ എന്താ എന്നെ കണ്ടപ്പോ തിരിച്ചുകൂടിയത്? ഒന്നുമില്ല. ആരോ സത്യം പറഞ്ഞു, നിന്റെ കച്ചവടം തോടി. എന്ത് വെച്ചോടം? പോട്ട്, കത്തിയുടെ കാര്യം വിട്. ആ കവർ എന്തിനാണ് നിനക്ക്? ഏത് കവറ്? നീ നേരത്തെ കൊണ്ടുവരുന്ന കവറ്. എനിക്ക് ഒരു കവറും ഇല്ല. നിനക്കൊരു കവറും ഇല്ലേ? എന്റെ കയ്യിൽ ഒരു കവറും ഇല്ലെന്ന്. കള്ളം. 10
പച്ചക്കള്ളം അമ്മായി ഞാൻ കണ്ടാണ് ഇത് പച്ചക്കള്ളോട് പറയണത് ശരി ശരി, അവള് കവർ എടുത്ത നിനക്ക് എന്താണ് പ്രശ്നം? അവള് കവർ എടുത്താ എനിക്ക് എന്താ 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 ആ അമ്മൂമ്മ 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 പറ അമ്മൂമ്മ കണ്ടതാണ് അമ്മൂമ്മ കണ്ടതാണ് ഞാൻ ഒന്നും കണ്ടില്ലല്ലോ. അമ്മൂമ്മ കണ്ടതാ ഞാൻ എന്ത് കണ്ടെന്ന് ഞാൻ ഒന്നും കണ്ടില്ല. തൂക്കി കയറി എവിടെ വെക്കാതെ അമ്മൂമ്മ ആ കവറില്ലേ അമ്മൂമ്മ അളിയന് കൊടുത്ത കവറ് ആ കവറ് ആ വെള്ളയില് മറ്റേ പർപ്പിൾ കളറുള്ള കവർ ആ പർപ്പിളാണോ പപ്പടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കവറ്. ആ കവറ് ആ ആ കവർ അളിയന് കൊടുത്തോ അത് ഞാൻ കനകത്തിന്റെ കയ്യിൽ കൊടുത്തായിരുന്നു. കനകം കൊണ്ട് കൊടുത്തായിരുന്നു. കൊടുത്തോ അന്ന് അത് അളിയന്റെ ഇല്ല എവിടെ ഇരിക്കുന്നു അത് സിദ്ധുനെ കൊടുത്താണല്ലോ. പക്ഷെ ആ കവർ എവിടെ ഇരിക്കുകയാണല്ലോ അമ്മ ഇതൊന്നും ഇല്ല അമ്മ. ലച്ചുവിന്റെ കൂടെ ട്രിപ്പ് പോകാൻ പറ്റാത്തതിന്റെ ഹാലാണ് ഇവിടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് പറ. ആ കാര്യം വരുമ്പോ മാത്രം എല്ലാവർക്കും എന്തിനാണ് ഇത്ര സിങ്ക് അതല്ലെന്നത് ഇത് ആ കാര്യമല്ല ഇത് കവറിന്റെ കാര്യമാണ് ഞാൻ എത്രയാണ് ആ കവറിന്റെ കാര്യത്തിൽ ഇത്രയും ടെൻഷൻ അടിക്കണേ ഞാൻ പോണ് ടെൻഷൻ ആയിക്കളെ എല്ലാം കൂടെ പറഞ്ഞു ഒക്കെ ഇനി ഊരി വെക്കേണ്ട സമയം കഴിഞ്ഞത് ആ 2 ദിവസം കൂടെ കിടക്കട്ടെ എന്നിട്ട് ഊരെ മതിയായിരിക്കും. ഓ അളിയന്റെ കവറ് എന്താ ഇത് ഞാൻ പറഞ്ഞപ്പോ എല്ലാം കൂടെ എന്റെ നെഞ്ചത്ത് കയറിയിരുന്ന് പൊങ്കാലയിട്ട് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഇത് എല്ലാരും നിൽക്കുമ്പോ പറയണ്ടേ വേണ്ട അവളെ തൂക്കിയിട്ട് എല്ലാരെയും വിളിക്കാം വെള്ളം ഒഴിച്ചല്ലേ കള്ളം പൊളിച്ചപ്പോ കണ്ട അവള് ദേഷ്യം കണ്ട ചിരിയടി നീ നേരത്തെ ചിരിച്ചോളും ചിരിയടി ചിരിയടി നീ എന്ത് ചിരി വരണില്ലേ വരൂല്ല നിനക്ക് ചിരി വരൂല്ല വിറി കവർ വിറി കിട്ടിയേ അളിയന്റെ കവർ കിട്ടി കിട്ടി എന്റെ അളിയന്റെ വിടടി കിട്ടിയോ അമ്മൂമ്മ എന്താടാ എന്താ കണ്ടാ ഇത് ഞാൻ സിദ്ധുവിന് കൊടുത്ത കവറല്ലയോ? ആ കവറിലോ ലെവൽ ഇരിക്കണേ ഇപ്പൊ കണ്ടാ ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലല്ലോ പറയടി എന്തിനാണ് ഈ കവറ് പറയടി എന്തിനാ ഈ സൈഡിലോട്ട് നീ നടുക്കോട്ട് മാറിയില്ലേ പറ ഈ കവറ് എന്തിനാ നിന്റെ വന്നേ എങ്ങനെ നിന്റെ വന്നേ ഇത് എന്റെ കവറേട്ടാ. பாரு பொய் சொல்லக்கூடாது. இந்த கவர் அம்மா எங்கிட்ட கொடுத்துட்டு நான் தான் அந்த ரூம்ல கொண்டே வச்சேன். நீ பொய்யே சொல்லக்கூடாது பாரு. ഇത് എന്റെ കവറാ ആന്റി. ഇനി നീ വാ തുറന്ന പിടിച്ചിടിക്കും ഞാൻ സത്യം പറയടി ഈ കവർ നീ എന്തിനാ എടുത്തേ സംശയം ഉണ്ടെങ്കിൽ തുറന്നു നോക്ക്. ഒരു സംശയമില്ല, ഇത് ഞാനേ സിദ്ധുവിന് കൊടുത്ത കവറാ. സിദ്ധു പാവ ഏതാണ്ട് ലച്ചുവിന് കൊടുത്തു വിട്ടതാ. മിക്കാറും അളയെ മിക്കാറും ചേച്ചിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി കാര്യമായിട്ട് കൊടുത്ത് വിട്ടേയിരിക്കും. അതറിഞ്ഞോണ്ട് നീ മുക്കിയല്ലടി കേക്കാൻ തോന്നുന്നു കേട്ടാ. എന്തായാലും നീ തുറന്നു നോക്ക്. സംശയം ഉണ്ടെങ്കിൽ തുറന്നു നോക്ക്. ശരിടി തുറന്നു നോക്കാം. നോക്കിയോ എല്ലാവരുടെ അനുവാദത്തോടു കൂടി തുറന്നു നോക്കിയാണ്. പൊതിഞ്ഞിട്ട് ഉളുപ്പുണ്ടാന്ന് നോക്കണേ അവളെ നിക്കുന്നതിന്. ഏതോ ബണ്ണോ കേക്കോ എങ്ങണ്ടാണ് കേട്ട. ഇതെന്റെ അല്ല.
സമ്മേച്ചി എന്തായാലും ഇത്ര വലിയ ടീഷർട്ട് നിനക്കെന്തിന്? ഇത് അളിയൻ്റെ കൂറ ടീഷർട്ട് ഞാൻ കണ്ടിട്ടില്ലേ. യാത്രയിൽ എപ്പോഴും എൻ്റെ ഗന്ധം കൂടെ ഉണ്ടാകട്ടെ എന്ന് ലച്ചുവിൻ്റെ സിദ്ധു. യാത്രയിൽ എപ്പോഴും എന്റെ ഗന്ധം കൂടെ ഉണ്ടാകട്ടെ എന്ന് ലച്ചുവിന്റെ സിദ്ധു. ആയി അളിയന്റെ ചീഞ്ഞ പ്രേമം. കൊച്ചേ ഇതൊക്കെയാണ് എടുത്തു വെക്കണേ. കേശുട്ടി ഇത് എന്റെ അല്ല. അറുവേ നീ എന്തിനാ കവർ എടുത്തത്? എങ്ങനെന്താ ഞാനൊക്കെ എടുത്തേ? അല്ല കാര്യമായിട്ട് എന്തോ ഗിഫ്റ്റ് ഉണ്ടായിരിക്കും വിചാരിച്ചിട്ടായിരിക്കും അല്ലേടി? അമ്മൂമ്മ ഒന്നും പറയണ്ട, ഞാനാ ഈ കവർ സിദ്ധുവിന്റെ കൊടുത്തത്. ഇതെനിക്ക് കുഞ്ഞു പപ്പി തന്നതാ. പിന്നെ അവനിപ്പം സിദ്ധുളേന്റെ ഡ്രസ്സാണല്ലോ ഇടുന്നത്. നീ പോയാ പറഞ്ഞു. കേശുവേ നീ ഒന്ന് ലച്ചുവിനെ വിളിയടാ, ഇത് കാണാതെ അവള് വിഷമിക്കണായിരിക്കും. ഈ ചീഞ്ഞ സാധനം കാണാതെ എടാ നീ ഒന്ന് വിളിച്ച് പറ അവളുടെ അടുത്ത്. ആ ലച്ചു എന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. നിന്റെ അളിയനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവന്റെ അടുത്ത് പറഞ്ഞേരെ അവനുള്ളത് വെച്ചിട്ടുണ്ടെന്ന്. ആംഗ്രി ഇമോജി. ഇഫ് ഉണ്ട് തലക്കടിക്കണം. വിളിച്ചു നോക്കാം എന്റെ. ആ ലച്ചേച്ചിയെ എവിടെ എത്തി? തൃശ്ശൂർ സ്റ്റേഷനില? അത്ര ആയുള്ളൂ? ട്രെയിനിലല്ലേ? സ്റ്റേഷനില? സ്റ്റേഷനിൽ എന്ത് കപ്പലിന് പഠിക്കാൻ ഇറങ്ങിയാണ്? ആ ഓക്കെ 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 ഓക്കെ. അല്ല നേരത്തെ ഈ ദേഷ്യപ്പെട്ടോണ്ടേ ആ മെസ്സേജ് അയച്ചാൽ എന്തായിരുന്നു സംഭവം? ഗിഫ്റ്റ് കിട്ടിയ? അതങ്ങനെ? അല്ല എന്ത് ഗിഫ്റ്റ് ആയിരുന്നു? വളോ? മീൻവളോ? അയ്യോ ആ ആ ആ ശരി ചേച്ചി ശരി ചേച്ചി. അല്ല ഒന്നുമില്ല, ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് കിട്ടി. അല്ല അതല്ല. ആ ശരി ശരി ഞാൻ വിളിക്കാം. അപ്പം സ്റ്റേഷനിൽ നിന്ന് അടുത്ത ട്രെയിൻ. ഓക്കെ 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 ശരി ചേച്ചി. എന്താ ചേച്ചി വിളിച്ചാൽ നിനക്ക് ആര് ഗിഫ്റ്റ് തന്നെ? കുഞ്ഞു പപ്പി. കുഞ്ഞിപ്പപ്പി. എന്നാ ആദ്യം വേറൊന്ന് പറഞ്ഞോ ചേ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പറഞ്ഞായിരുന്നു? ആ എടാ എന്തുവാടാ കാര്യം പറ. അമ്മൂമ്മ അളിയൻ കൊടുത്ത ഗിഫ്റ്റ് ചേച്ചിക്ക് കിട്ടി. കിട്ടിയാ? അപ്പൊ ഇതാ ഇത് അളിയൻ കൊടുത്ത ഗിഫ്റ്റ്, ചേച്ചിക്ക് കിട്ടിയത് ഗിഫ്റ്റ്. നീ ഇപ്പോഴും കാര്യം എന്തോന്ന് പറയുന്നില്ല. ഒറ്റ മിനിറ്റ് അമ്മൂമ്മ, ഞാൻ ഇതൊന്ന് ക്ലിയർ ആയിക്കോട്ടെ. ഡേയ് മക്കളെ, നിനക്ക് നിന്റെ കുഞ്ഞിപ്പപ്പി തന്ന സാധനം ഇതേപോലത്തെ സെയിം കവറിലായിരുന്നു? ഇതുപോലത്തെ കവറിലാ ഗിഫ്റ്റ് തന്നത്. ഗിഫ്റ്റ് സൂപ്പർ. എന്നിട്ട് ആ ഗിഫ്റ്റ് മക്കൾ എവിടാ കൊണ്ടുപോയി വെച്ചേ? ചേച്ചിയുടെ റൂമില്. ആ ഇപ്പൊ കറക്റ്റായി, സാരം മാറിക്കൊണ്ടുപോയി. മനസ്സിലായില്ല? ഇല്ലടാ. എന്റെ പൊന്നമ്മൂമ്മ എവളുടെ കുഞ്ഞിപ്പപ്പി എവൾക്ക് കൊടുത്ത ഗിഫ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് അളിയനും അതേപോലത്തെ ഒരു കവറിലാണ് ദാ ഈ ഗിഫ്റ്റ് റെഡിയാക്കി വെച്ചിരുന്നത്. എന്നിട്ട് ലച്ചു ചേച്ചി കൊടുത്തു വിട്ടത് എവളുടെ കുഞ്ഞിപ്പപ്പി എവക്ക് കൊടുത്തു വിട്ട ഗിഫ്റ്റ് ആയിരുന്നു. അതെന്തായിരുന്നു ആ ഗിഫ്റ്റ് എന്നറിയോ? മീൻവളം. ആ ലച്ചേച്ചി ആ മീൻവളം ട്രെയിനിൽ വെച്ച് തുറന്നു കൊടുത്ത് ഈറ്റാറോ ഒന്ന് മണം കാരണം ചവിട്ടി പുറത്താക്കി. ഇപ്പൊ തൃശ്ശൂർ സ്റ്റേഷനിൽ നിൽക്കണ്. എന്താന്ന് കൊച്ചേത്? എന്നാലും കൊള്ളാം, ലച്ചേച്ചിക്ക് കിട്ടിയ ഗന്ധം. ഞാൻ ആലോചിച്ച് നോക്കണേ, കുഞ്ഞിപ്പപ്പിയുടെ കേസേ പണ്ടായി. നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് ഇതൊക്കെയാണ് പറഞ്ഞത്, മീൻവളം. അവൻ മണ്ടനൊന്നും അല്ല, മീൻവളം അല്ല എനിക്ക് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് തന്നത്. വേറെയാ. വേറെ എന്തോന്ന്? ഞാൻ പോയി എടുത്തോണ്ട് വരാം. ന്യൂ ഇയർ ഗിഫ്റ്റ് വേണ്ടേ? ഇതാണ് കുഞ്ഞിപ്പപ്പി തന്ന ന്യൂ ഇയർ ഗിഫ്റ്റ്. എന്താ ഇത്? റോസാ ചെടി. ഇത് മാറ്റി നട്ടിട്ട് മീൻവളം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല പൂവുണ്ടാവുമെന്നാണ് കുഞ്ഞിപ്പപ്പി പറഞ്ഞത്. അതുകൊണ്ടാണ് മീൻവളം കൂടെ തന്നു വിട്ടത്. എന്നിട്ട് ഇതിൽ പൂവുണ്ടാവുമ്പോ അടുത്ത വർഷം ന്യൂ ഇയറിന് അവൻ ഈ പൂ ഗിഫ്റ്റ് കൊടുക്കണം എന്നാ അവൻ പറഞ്ഞു.
മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.